നമസ്കാരം. ലാറ്റക് ലൈറ്റിങ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരു 15 ദിവസത്തോളമായി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. എന്തായാലും പുതിയ സംഗതികളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് ഇന്ന് ഞാനൊരു പുതിയ ഒരു സംഗതിയാണ് പരിചയപ്പെടുന്നത്. മാലബൾബിൻ്റെ സോൾഡറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒന്നിട്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ഇതിനോടൊപ്പം ചെന്ന് പറയാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയണം. ഈ 8mm ബൾബ് എന്ന് പറഞ്ഞ് നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്ന ബൾബുകൾ, ഈ 8mm ബൾബിൽ നിന്ന് കിട്ടുന്ന ബൾബ് ഇങ്ങനെ പാക്കറ്റിൽ നമുക്ക് കിട്ടും. അല്ല 8mm എന്നായിരിക്കും കാണുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ ബൾബുകളിൽ മാത്രം 1 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് മുൻപ് വന്നിരുന്ന ഈ 8mm ബൾബെല്ലാം 1/2 വാട്ട്, 3/4 വാട്ട്, 0.75 വാട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 3 ചിപ്പ്, 1 ചിപ്പ്, 2 ചിപ്പ് അങ്ങനെ ഓരോ വേരിയൻറ്റിലാണ് അതങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ 1 വാട്ട് ബൾബ്. അപ്പോൾ പലയിടത്തുനിന്നും 1 വാട്ട് ബൾബാണെന്ന് പറഞ്ഞ് കിട്ടിയിട്ട് അതിനകത്ത് 1 വാട്ടിൻ്റെ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉപയോഗിച്ച് ആ ബൾബുകൾ അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് അതിന് സൂട്ടബിൾ ആവാതെ അത് കത്തിപ്പോയി. അങ്ങനെ ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെന്നെങ്കിലും ബൾബ് വാങ്ങുമ്പോൾ ആ ബൾബ് എത്ര വാട്ടിൻ്റെ ബൾബാണെന്ന് ആദ്യം കടക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് ഉതകുന്ന കപ്പാസിറ്ററും റെസിസ്റ്ററും, ഡയോഡ് പ്രശ്നമല്ല, ഡയോഡ് കോമൺ ആണ്. IN457 ഡയോഡ് നമുക്ക് എല്ലാത്തിനും പാസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ച് അതിന് ആ ബൾബിന് പറ്റിയതാണോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളത് വാങ്ങുക. അതിനുശേഷം വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കടക്കാരനെയോ അല്ലെങ്കിൽ ആ ഒരു കോമണൻറ്റിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അതിൻ്റെ ആ വാല്യൂസിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അറിവില്ലെങ്കിൽ അത് മറ്റൊരാളോട് ചോദിച്ച് നിങ്ങൾ വാങ്ങുന്ന സ്ഥാപനത്തിലെ ആളുകളോട് തന്നെ ചോദിച്ചാൽ അത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനുശേഷം മാത്രം അത് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കിടക്കുക. ഞാൻ ഇപ്പോൾ എനിക്ക് ഇന്നൊരു 8-10 പേരോട് എനിക്കിങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദൂര സ്ഥലങ്ങളിലുള്ളവർ അവിടെ നിന്ന് തന്നെ ലോക്കൽ പർച്ചേസ് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കാം. ഇപ്പം എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് എടുക്കണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എവിടെ നിന്ന് കിട്ടിയാലും എന്തായാലും എല്ലായിടത്തും സാധനം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നവർ നിന്ന് നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അത് പണിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആ ഒരു പുതിയ മെത്തേഡല്ല, ഇതാണ് ഓൾഡ്, നേരത്തെ തൊട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടന്നു വരുന്ന ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയാണ് മറ്റൊരു രീതിയും കൂടി, സോൾഡറിങ്ങിൻ്റെ കുറച്ച് എളുപ്പമുള്ള ഒരു രീതി. അതുകൂടെ അത് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇത്രയും ദിവസവും ഞാൻ ഈ ചാനലിൽ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് മറ്റൊരു മെത്തേഡിലായിരുന്നു. നമ്മൾ ഇതേപോലെ 2 വയറെടുത്തു, അതിനകത്തേക്ക് ഇത് ബാക്കി ഇട്ടു. ഇങ്ങനെ ഈ ബാക്കി ഇട്ടിട്ട് നമ്മൾ ഇത് സോൾഡർ ചെയ്യുമായിരുന്നു. നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരുന്ന ഈ വെള്ള വയറിലേക്ക് നമ്മൾ വലിയ കാല് കൊടുത്തു, ഇത് ചെറിയ കാല് കൊടുത്തു, അല്ലെങ്കിൽ പച്ചയിലേക്ക് വലിയ കാല് ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു ഐഡിയയിലാണ് 2 വയറിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഒരു രീതിയായിരുന്നു ഇത്രയും ദിവസം. ഇന്ന് നമ്മൾ മറ്റൊരു രീതിയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു 50 ബൾബിൻ്റെ മാലയ്ക്കുള്ള ബാക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 50 ബൾബിനുള്ളത്. 40 ബൾബാണ് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 50 ബൾബിന് കണക്കൂട്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിത് ആദ്യത്തെ ബാക്കി എടുത്ത് ഇതിനകത്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്തതിന് ശേഷമായിരുന്നു ഈ കെട്ട് ഇടാറുണ്ടായിരുന്നത്. ഇങ്ങനൊരു കെട്ടിട്ടു. അതിനുശേഷം നമ്മളതിനെ അകത്തേക്ക് വലിച്ചിട്ടു. അപ്പോൾ നമ്മുടെ തലവയർ എന്ന് പറയാൻ, അല്ലെങ്കിൽ പോസിറ്റീവ് കാല് ഉദ്ദേശിച്ച് നമ്മൾ വെള്ള വയറാണ് ഇട്ടിരിക്കുന്നത്. ആ വെള്ള വയർ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു കെട്ട് കിട്ടും. കാരണം ഇത് സോൾഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വയർ നോക്കിയിട്ട് സോൾഡർ ചെയ്താൽ ബാക്കിയുള്ള ആ സൈഡിൽ വരുന്ന എല്ലാം നമുക്ക്
ഒരേപോലെ കിട്ടും. അതുകൊണ്ട് ഇനി നമ്മൾ ഈ വയറിനെ ഫ്രീ ആക്കി വിട്ടു. അടുത്തത് പച്ച വയറിലേക്ക് എടുക്കുകയാണ്. ആ പച്ച വയറിലേക്ക് വീണ്ടും ഒരു വെള്ള വയർ, പച്ചയും വെള്ളയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തേക്ക് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ടു ഇവിടെ ഇങ്ങനെ കെട്ടിട്ടു. അതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കെട്ടിട്ട് പോകാം. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതി ഇതല്ല, അത് അപ്പുറത്ത് ആ രീതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ ഇപ്പം ഞാനീ പറഞ്ഞ ഈ മെത്തേഡിലല്ല അവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ മറ്റൊരു രീതിയും കൂടി നിങ്ങളുടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇങ്ങനെ നമ്മൾ ചെയ്തു പോവുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഈ രീതിയോ ഒന്ന് ശ്രമിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നീളമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി ഒരേപോലെ കെട്ടണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മാല ബൾബിന് നമുക്ക് ആ നീളത്തിന് വ്യത്യാസമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ബൾബൊന്നും ഇല്ല കേട്ടോ, ബൾബൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഇതിങ്ങനെ പോന്നിരിക്കുന്നത്. നമ്മളിനി ഇതിനെ ഇങ്ങനെ മടക്കും. ഇനി നമ്മളിതിനെ സോൾഡർ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞുതരാം. ഇതിനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും മടക്കുകയാണ്. മുഴുവൻ സോൾഡർ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ തലവയർ എന്ന് പറയുന്ന വയർ ഇതാണ്, ഇവിടെ കെട്ടിട്ടിരിക്കുന്ന വയർ. അതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്ഥലത്തേക്ക് നമ്മൾ ഈ വെള്ള വയറും ഈ പച്ച വയറും ഇതിലേക്ക് നമ്മൾ ഏത് കാലാണ് ഒരു ബൾബിൻ്റെ ഇതാണ് നമ്മുടെ ബൾബ്, കാലൊക്കെ വെട്ടിയ നമ്മുടെ ബൾബ് ഇതാണ് കേട്ടോ. അതിൻ്റെ ഇത് വലിയ കാല് ഈ സൈഡ്, ഇത് ചെറിയ കാല്. അപ്പോൾ ഈ വലിയ കാല് നമ്മൾ ഈ പച്ചയിലേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് സോൾഡർ ചെയ്യുക. പച്ചയിൽ വലിയ കാല് സോൾഡർ ചെയ്യുക, വെള്ള ചെറിയ കാൽ സോൾഡർ ചെയ്ത് പോവുക. ഞാനത് സോൾഡർ ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകാൻ എളുപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊന്നും ഞാൻ ശ്രമിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വശം ഇങ്ങനെ വരുന്ന ഈ വശത്തും 20 ഉണ്ടാവും, ഈ വശത്തും 25, ഈ വശത്ത് 24, അങ്ങനെ ആയിരിക്കും 49 ബൾബ്. 50ാമത്തെ ബൾബ് നമ്മൾ ലാസ്റ്റാണ് പിടിപ്പിക്കുക. അപ്പോൾ എന്താണ് അതിനകത്തൊരു എളുപ്പമുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പിടുത്തം നമ്മളുടെ കയ്യിൽ ഇതെല്ലാം ഇങ്ങനെ കെട്ടിട്ട് വന്ന് ഒരു പിടുത്തം വന്നു. അതിനുശേഷം നമുക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ പോലെ ഈ ബൾബിൻ്റെ വലത് വശം വലിയ കാലും ചെറിയ കാലും മനസ്സിലാക്കിയിട്ട് ഈ വശത്ത് വരുന്ന കംപ്ലീറ്റ് വശവും വെള്ളയും പച്ചയും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വശത്ത് നമ്മൾ വെള്ളയിലാണ് വലിയ കാല് എങ്കിൽ ഈ വശത്തെ കംപ്ലീറ്റ് വെള്ള വയറിൽ നമ്മൾ വലിയ കാല് സോൾഡർ ചെയ്യുക, പച്ചയിൽ ചെറിയ കാലും സോൾഡർ ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ വെള്ളയിലാണ് വലിയ കാല് എന്ന് മനസ്സിലാക്കുക. നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളയിൽ ഇവിടെ ചെറിയ കാലാണ് വരേണ്ടത്. ശ്രദ്ധിച്ചോളണം. അങ്ങ് സൈഡിൽ വെള്ളയിൽ വലിയ കാലാണെങ്കിൽ ഈ സൈഡിൽ വെള്ളയിൽ ചെറിയ കാലാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഈ സൈഡിലുള്ള വെള്ളയിൽ കംപ്ലീറ്റ് നമ്മൾ നെഗറ്റീവ് കാലുകൾ ഈ ബൾബിൻ്റെ നെഗറ്റീവ് കാലുകൾ സോൾഡർ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിയാണിത്. പക്ഷെ വളരെ സൂക്ഷിക്കുകയും ചെയ്യണം. നമ്മൾ ഈ വയറിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും തീർത്ത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാലൊന്ന് തിരിഞ്ഞാൽ ചിലപ്പോൾ ബൾബ് മാല തന്നെ കത്താതെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. കാരണം ഇത് നിലവിൽ ഇതൊക്കെ വളരെ കുറഞ്ഞ് ഈയൊരു രീതിയിലുള്ള പണികൾ വളരെ അധികം ആൾക്കാർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ കുറച്ച് ആളുകൾ കൊണ്ടുനടക്കുന്നുണ്ട്. എന്തായാലും ഇതും മറ്റൊരു മെത്തേഡാണ്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് എനിക്ക് കിട്ടുന്ന വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും പേഴ്സണലി നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കുന്ന സന്ദേശങ്ങളിൽ കൂടിയൊക്കെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ വർക്കുകൾ നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഞാനും കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് മാത്രം നിങ്ങൾ പിന്തുടരാതെ നിങ്ങളുടെ ഐഡിയയിൽ കൂടി ഏതെങ്കിലും പുതിയ ഒരു
രീതി കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല വിജയം ഉണ്ടാകും ഈ മേഖലയിൽ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞ കണക്ക് കുറച്ച് നമ്മളുടെ സാങ്കേതിക ബുദ്ധിമുട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഒന്ന് പെൻഡിങ് നിൽക്കുന്നത്. എന്തായാലും അതിനെല്ലാം അതിജീവിച്ച് നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.